യേശു ശിഷ്യന്മാരോട് ചോദിക്കുന്ന 2 ചോദ്യങ്ങളുണ്ട്. ആദ്യത്തെ ചോദ്യം ഇപ്രകാരമായിരുന്നു: എന്നെപ്പറ്റി ജനങ്ങൾ എന്താണ് പറയുന്നത്? അതിനവർ കൊടുക്കുന്ന ഉത്തരം ഇപ്രകാരമായിരുന്നു: നിന്നെ അവർ ഒരു പ്രവാചകനായി കാണുന്നു. യേശു വീണ്ടും രണ്ടാമതൊരു ചോദ്യം ഉയർത്തുകയാണ്: എന്നാൽ നിങ്ങൾ ഞാൻ ആരാണെന്നാണ് വിചാരിക്കുന്നത്? അപ്പോസ്തല പ്രമുഖനായ പത്രോസ് മുന്നോട്ട് വന്ന് പറഞ്ഞു: നീ സജീവ ദൈവത്തിൻ്റെ പുത്രനായ മിശിഹായാണ്. യേശു പത്രോസിനെ അഭിനന്ദിക്കുകയാണ്. പത്രോസേ, നീ പാറയാകുന്നു, നിൻ്റെ പാറമേൽ എൻ്റെ സഭ ഞാൻ പണിയും എന്നുകൂടി പറഞ്ഞു വച്ച് പത്രോസിന് ഒരു സ്ഥാനവും കൽപ്പിക്കുകയും ചെയ്യുന്നു. എന്നാൽ ഈ മിശിഹ പീഡിതനാകുന്ന മിശിഹായാണെന്ന് പത്രോസിന് അറിയില്ലായിരുന്നു. സഹനത്തിൻ്റെ പാത ഏറ്റെടുക്കേണ്ട മിശിഹായാണെന്ന് അറിയത്തില്ലായിരുന്നു. ഈ മിശിഹ പീഡനങ്ങൾ അനുഭവിക്കരുത് എന്ന് കണ്ട് നിനക്കത് സംഭവിക്കരുത് എന്ന് പത്രോസ് പറയുമ്പോൾ യേശു പത്രോസിനെ ശാസിക്കുകയാണ്. പത്രോസിനോട് പറയുന്ന കാര്യം ഇപ്രകാരമായിരുന്നു: സാത്താനെ പുറകോട്ട് പോവുക. യേശു മിശിഹായാണെന്നുള്ള ആ തിരിച്ചറിവാണ് ഇന്ന് അടിയന്തര പ്രാധാന്യമായി നാം മനസ്സിലാക്കേണ്ടത്. പഴയ നിയമത്തിൽ നിന്ന് യേശു നമ്മെ പുതിയ നിയമത്തിലേക്ക് കൊണ്ടുവരുന്നു. 10 പ്രമാണങ്ങളിൽ നിന്ന് 2 പ്രമാണങ്ങളിലേക്ക് യേശു നമ്മുടെ ജീവിതത്തെ പുനർക്രമീകരിക്കാൻ താല്പര്യപ്പെടുന്നു. ഈ 2 പ്രമാണങ്ങൾ എന്തേന്ന് നമുക്കറിയാം. യഹൂദർക്ക് 100 കണക്കിന് നിയമങ്ങളുള്ളിടത്ത് യേശു എല്ലാ നിയമങ്ങളും 2 പ്രമാണങ്ങളിൽ 2 നിയമങ്ങളിൽ സംഗ്രഹിക്കുകയാണ്. എല്ലാറ്റിനുപരിയായി ദൈവത്തെ സ്നേഹിക്കുക, രണ്ടാമതായി പരസ്പരം സ്നേഹിക്കുക എന്ന തിരുവചനം. ഈ പരസ്പര സ്നേഹമാണ് സമറിയാക്കാരൻ്റെ കഥയിലൂടെ അവിടുന്ന് നമുക്ക് പറഞ്ഞു തന്നത്. ഈ പരസ്പര സ്നേഹമാണ് മാനവ സമൂഹം സ്വീകരിക്കേണ്ടതും. ഈ പരസ്പര സ്നേഹമാണ് ദൈവത്തിന് ഇഷ്ടമുള്ള ഒരു ജീവിതം തിരഞ്ഞെടുക്കാൻ നമ്മെ പ്രേരിപ്പിക്കുന്നത്. ഈ പരസ്പര സ്നേഹം ഉദ്ധിതനായ യേശുവിലേക്ക് നമ്മെ അടുപ്പിക്കുകയാണ്. ഒരു ചെറിയ സംഭവം ജീവിതത്തിൽ സംഭവിച്ചത് ഓർക്കുന്നു. വേളാങ്കണ്ണിയിൽ കുരിശിൻ്റെ വഴിയുടെ ചിത്രീകരണം 14 സ്ഥലങ്ങൾ ചിത്രീകരിച്ചിട്ടുണ്ട്. ഒരു തവണ തീർത്ഥാടനത്തിന് പോയപ്പോൾ ഈ ഓരോ ചിത്രത്തിൻ്റെയും മുന്നിലൂടെ കടന്നു പോകുന്ന നിമിഷങ്ങൾ എന്നെ വല്ലാണ്ട് ഉലയ്ക്കുകയായിരുന്നു. യേശു സഹിച്ച വേദനയുടെ അസ്വസ്ഥത ഒരു പരിധിവരെ എന്നെയും സ്വാധീനിച്ച് മാറുകയായിരുന്നു. മനസ്സ് വല്ലാണ്ട് തരളിതമാകുന്ന നിമിഷങ്ങൾ. 14 സ്ഥലം ആയപ്പോഴേക്കും ഞാൻ തികച്ചും അസ്വസ്ഥനായി മാറി. അപ്പോൾ ദയുണ്ട് മറ്റൊരു സ്ഥലം കൂടി, വേളാങ്കണ്ണിയിലെ 15-ാം സ്ഥലം. യേശുവിൻ്റെ ഉത്ഥാനമാണത്. യേശുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പാണ്. മരണം കൊണ്ട് അവസാനിക്കുന്നതല്ല. പീഡനങ്ങളും മരണവും ഉത്ഥാനത്തിലേക്ക്, അനശ്വരമായൊരു ജീവിതത്തിലേക്ക്, ഈ ജീവിതം കഴിഞ്ഞ് മറ്റൊരു ജീവിതം ദൈവം നമുക്ക് പ്രദാനം ചെയ്യും. വ്യത്യസ്തമെങ്കിലും ആ ഏറ്റവും മനോഹരമായ ഒരവസ്ഥയിലേക്ക് നാം രൂപപ്പെടുമെന്ന ഈ ചിന്ത. നൊയിമ്പ് കാലം കർത്താവിൻ്റെ പീഠാനുഭവത്തെപ്പറ്റിയും മരണത്തെപ്പറ്റിയും ചിന്തിക്കുമ്പോഴും ഈ ലോകത്തിലെ ജീവിതം ഒരു ഇടത്താവളമാണെന്നുള്ള തിരിച്ചറിവോടുകൂടി കാലികമായ കാര്യങ്ങളിൽ മാത്രമല്ല അനശ്വരമായ ദൈവസന്നിധിയിലേക്ക് നാം വിളിക്കപ്പെടും എന്നതിനെപ്പറ്റി നമുക്ക് ഓർക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.